സാധാരണ ക്രൈസ്തവൻ നേരിടുന്ന ആത്മീയ പ്രശ്നമാണ് അവൻ അനുഭവിക്കുന്ന പൈശാചിക പീഡ. ഇതില്ലാതാക്കാൻ അവൻ ആരുടെ അടുത്തേക്ക് പോകും? അതുകൊണ്ട് നാം ഈ പ്രശ്നങ്ങൾ വളരെ ജാഗ്രതയോടും വളരെ ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്നതിൽ ആർക്കും തർക്കമില്ല. അപ്പം ഈ ഒരു മേഖലയിലുള്ള ആദ്യം 1-2 പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഒന്ന്, മനഃശാസ്ത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളുടെ വെളിച്ചത്തിൽ പിശാച് ഒരു കെട്ടുകഥയും അന്ധവിശ്വാസവുമാണെന്ന് ബാധിക്കുന്നവരുടെ എണ്ണം സഭയ്ക്ക് അകത്തും പുറത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നം സഭ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ഇതുകൊണ്ട് എന്തു പറ്റും? സൗകര്യപ്രദമായ ഒരു ദൈവവിശ്വാസ രൂപീകരിക്കപ്പെടുന്നു. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, എനിക്ക് ദൈവഭയമില്ലായ്മ. അപ്പം അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട് അവിടെ. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പാപബോധമില്ലാതെ വരുന്നുണ്ട്. കാരണം എന്താണ്? പിശാച് ഒരു കെട്ടുകഥയാണെന്ന് വാദിക്കുന്നവരുടെ ഒരു എണ്ണം സഭയ്ക്കകത്തും പുറത്തും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് സഭയ്ക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, പിശാച് ഒരാത്മീയ യാഥാർത്ഥ്യം തന്നെയാണെന്ന് ബൈബിളും സഭാപിതാക്കന്മാരും വിശുദ്ധരുമെല്ലാം വ്യക്തമാക്കുന്നു. അതിലാർക്കും സംശയമില്ല. എന്നിട്ട് നമ്മുടെ വിഷയം ഇതാണ്, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ മേഖലകളിലെ പീഡകളിൽ ജനം എങ്ങോട്ട് പോകും? ആരുടെ അടുത്തേക്ക് പോകും? ആരിതിന് ഉത്തരം കൊടുക്കും? അതിന് പ്രാപ്തരായ എത്ര പേര് നമുക്കുണ്ട്? അപ്പം ആ വിഷയം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതാ 1972 നവംബർ 15 പോൾ ആറാമൻ പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കളെക്കുറിച്ചും അവ വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹത്തിലും അവരുടെ ജീവിത സംഭവങ്ങളിലും അവയ്ക്ക് ചെലുത്താനാകുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് പഠനം കത്തോലിക്ക പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റെല്ലാ വിഷയങ്ങളെപ്പോലെ തന്നെ പിശാചിൻ്റെ ഈ സ്വാധീനം, അവ ചെലുത്താവുന്ന പ്രശ്നങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹത്തിലും സംഭവങ്ങളിലും ജനം അത് അനുഭവിക്കുക. അവർ നോക്കുമ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ കടബാധ്യതകൾ വരുന്നു? എന്തുകൊണ്ട് കലഹത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോകുന്നില്ല? എന്തുകൊണ്ട് ശാരീരികമായ പ്രയാസങ്ങളില്ല? എന്നിട്ട് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ല? എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല? എന്തുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല? ഈ പ്രശ്നങ്ങൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് മന്ത്രവാദക്കാരുടെ അടുത്ത് പോകുന്നു, കൂടോത്രക്കാരുടെ അടുത്ത് പോകുന്നു, സാത്താൻ സേവക്കാരുടെ അടുത്ത് പോകുന്നു. കത്തോലിക്ക സഭ എന്താണ് ഈ കൃത്യമായി ഈ കാര്യത്തിൽ എന്ത് ഇടപെടലാണ് നടത്തുന്നത്? അതിൽ നമ്മുടെ ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് മുഖം തിരിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്ന് പോൾ ആറാമൻ പാപ്പ പഠിപ്പിക്കുക. നോക്കി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പാപ്പ തന്നെ പറയാ, ദൗർഭാഗ്യവശാൽ ഇന്ന് ഇത് പ്രായോഗികമായി അവഗണിക്കപ്പെടുകയാണ്. നാം അത് വീണ്ടും ആരംഭിക്കുകയും പഠിക്കുകയും വേണം. പ്രാപ്തരായ വൈദികര്, ഓരോ രൂപതകളിൽ ഈ മേഖലയിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ വരണം. ഈ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്യാനും ദൈവജനത്തിൻ്റെ സംശയങ്ങൾ തീർക്കുവാനും ദൈവശാസ്ത്ര പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാകണം. ആ ഒരു മേഖലയിലേക്ക് വരണമെന്ന് പോൾ ആറാമൻ പാപ്പ നമ്മെ പഠിപ്പിക്കുക. ഷാലോമിലെ ബെന്നി പുന്നത്തറ സാറ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. സാത്താൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവം മനുഷ്യാവതാരം ചെയ്യുകയും കുരിശിൽ മരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിശാചുക്കൾ ഇല്ലായിരുന്നെങ്കിൽ അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുമെന്ന് ക്രിസ്തുവചനം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ ഡേഞ്ചർ സോൺ എന്താണെന്നറിയാം. തത്വത്തിൽ പിശാചുക്കൾ ഉണ്ടെന്ന് അംഗീകരിക്കുന്നവരിൽ പലരും പിശാചിൻ്റെ പ്രവൃത്തികളെ ഉൾക്കൊള്ളാൻ വിമുഖത കാണിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം സഭയിലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. നമ്മത് ഇല്ല എന്ന് നമുക്ക് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ മേഖലകളെ സഭ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാലഘട്ടമാണ്.